CHR-ലെയും 1964-ലെയും പട്ടയവിലക്കുകൾ കേരള സർക്കാർ കോടതിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണെന്ന് DCC സെക്രട്ടറി ബിജോ മാണി. ഈ രണ്ട് കോടതി വിധിയും പുനഃപരിശോധിക്കാതെ കോടതി വിധിക്ക് വിധേയമെന്ന് രേഖപ്പെടുത്തി പട്ടയം നൽകുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള വഞ്ചന മാത്രമല്ല, വെല്ലുവിളി കൂടിയാണ്. ഇത്തരം പട്ടയ വിതരണം ചെയ്താൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകുമെന്നും ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത LDF സർക്കാർ ഇപ്പോൾ കോടതി വിധിക്ക് വിധേയം എന്ന് സീലടിച്ച കടലാസിന്റെ വില പോലുമില്ലാത്ത പട്ടയം നൽകാൻ നീക്കം നടത്തുന്നത് ഇടുക്കിയിലെ കർഷകരോടുള്ള വഞ്ചനയും വെല്ലുവിളിയുമാണെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്താൻ ഉദ്ദേശിക്കുന്ന പട്ടയമേളയിലാണ് സീലടിച്ച പട്ടയം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പട്ടയം ബാങ്കുകളിൽ പണയപ്പെടുത്താനോ മറ്റു ക്രയവിക്രയങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയില്ല. റവന്യൂ മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്ത ഉന്നതതല യോഗത്തിന്റേതാണ് ഇടുക്കിയിലെ കർഷക ജനതയെ മുഴുവൻ കുരുക്കിലാക്കുന്ന ഈ തീരുമാനം. യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ ഇത് വ്യക്തവുമാണ്. ഭാവിയിൽ പട്ടയം ലഭിക്കുന്നതിന് പോലും ഇത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കും. കോടതിയിലെ കേസ് നടത്തിപ്പിൽ സർക്കാരിനുണ്ടായ വീഴ്ചയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് അംഗീകരിക്കാനാവില്ല. വരും തിരഞ്ഞെടുപ്പിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ തോൽവി ഭയന്നാണ് ഇത്തരത്തിൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഉദ്ദേശിക്കുന്നതെന്നും ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പട്ടയ വിലക്ക് പുനഃപരിശോധിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ CHR-ലെ പട്ടയ വിതരണത്തിലുള്ള വിലക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഈ രണ്ട് പട്ടയ വിലക്കുകളും CHR മേഖലയിലെ പട്ടയ വിലക്കും 1964-ലെ ഭൂപതി നിയമപ്രകാരമുള്ള പട്ടയ വിലക്കും ഹൈക്കോടതിയിൽ നിന്നുള്ള പട്ടയ വിലക്കും സർക്കാർ ചോദിച്ചു വാങ്ങിയ വിധിയാണ് എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. ഈ രണ്ട് വിധി പുനഃപരിശോധിക്കാൻ നടപടി സ്വീകരിക്കാതെ കോടതി വിധിക്ക് വിധേയമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ജില്ലയിൽ പട്ടയം വിതരണം ചെയ്യാനുള്ള സർക്കാരിൻ്റെ നീക്കം അത് ഈ ജില്ലയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. മലയോര ജനതയെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. നിയമക്കുരുക്കിൽ നിന്ന് നിയമക്കുരുക്കിലേക്ക് ജില്ലയിലെ പട്ടയ പ്രശ്നത്തെ ഭൂപ്രശ്നത്തെ എത്തിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന സമീപനമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഈ നീക്കം അത് ജില്ലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ ഭൂപ്രശ്നങ്ങൾ അത് കോടതിയിൽ പട്ടയ വിതരണം തടഞ്ഞുള്ള ഉത്തരവാണെങ്കിലും മറ്റ് വിഷയങ്ങളാണെങ്കിലും അത് പരിഹരിക്കാനുള്ള നടപടിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം ആളുകളെ പറ്റിക്കുന്ന സമീപനവുമായി വന്നാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. വാർത്താ സമ്മേളനത്തിൽ DCC സെക്രട്ടറി ബിജോ മാണി, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.